ആണ്. സത്യമായിട്ട് ഞാൻ പ്രഗ്നന്റ് ആണ്. സീരിയസ്ലി ഞാൻ നോടെ പറയുന്നല്ല. സീരിയസ്ലി സത്യമായിട്ട് ഞാൻ പ്രഗ്നന്റ് ആണ്. ഞാൻ വെറുതെ പറയാ, ഫേക്ക് അല്ല അത്. ഞാൻ ഇത് അതുകൊണ്ടാണ് സാരി എടുത്തത്. ഞാൻ ഹലോ, കുറച്ച് ദിവസമായിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു കാര്യമാണിത്. ഞാൻ പ്രഗ്നൻ്റ് ആണെന്നും പറഞ്ഞിട്ട് ഒരു ട്രാൻസ് വുമണായ ജാസി നടക്കുന്നത് എങ്ങനെ പറ്റുന്നു? സ്ത്രീകളെ മൊത്തം അപമാനിക്കുന്ന രീതിയിൽ ഇങ്ങനൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തുനിഞ്ഞിറങ്ങിയേക്കുവാണല്ലേ? സമ്മതിക്കണം കേട്ടോ. അതും ഒന്നിനെ പിറകെ ഒന്നായിട്ട് ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക. ഇവിടെ വർഷങ്ങളായിട്ട് കുട്ടികളില്ലാതെ കരഞ്ഞ് പ്രാർത്ഥിച്ച് നടക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്, അല്ലാണ്ട് ട്രാൻസ് വുമൻസ് ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, സ്ത്രീകളുണ്ട്. അവരുടെ മുന്നിലേക്ക് ഇമാതിരി കോമാളിത്തരം കാണിക്കാൻ എങ്ങനെ പറ്റുന്നു? ഇവരുടെ കമ്മ്യൂണിറ്റിയെ ഞാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷെ ഇതുപോലുള്ള പ്രവർത്തികൾ കാണുമ്പോണ്ടല്ലോ, ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ലടേ. ഇവരുടെ കമ്മ്യൂണിറ്റിക്ക് തന്നെ അപമാനമായിട്ടാണ് ഇപ്പം ജാസിയുടെ ഈ പ്രവൃത്തി പൊക്കോണ്ടിരിക്കുന്നത്. എൻ്റെ വോയിസ് എന്തോ പറ്റിയിട്ടുണ്ട് കേട്ടോ, അതാണ് ഇങ്ങനെ വരുന്നത്. അതൊന്ന് ക്ഷമിച്ചേക്ക്, ഓക്കെ? ഇവിടെ ആദ്യത്തെ ട്രാൻസ് വുമണൊന്നും അല്ല ജാസി എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് നാദിറ എന്ന് പറയുന്ന ഒരാളുണ്ട്. അതിനു മുമ്പ് ആ ചേച്ചിയുടെ പേര് ഞാൻ മറന്നുപോയി. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് ചെയ്യുന്നൊരു ചേച്ചി ഉണ്ടല്ലോ, ഇപ്പോൾ കല്യാണം കഴിഞ്ഞതാണ് ആ ചേച്ചി. അവരൊക്കെ മാന്യമായിട്ട് അന്തസ്സായിട്ട് ജീവിക്കുന്നുണ്ട്. ഇതുപോലെ അപരാധം കാണിച്ച് ജീവിക്കുന്നില്ല. അതിന് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന അപ്പുറത്ത് നിൽക്കുന്ന ആശയോ ആൾക്ക് ബോധമില്ലേ? ഇതൊന്നും ഒരു കാലത്ത് നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് ആൾക്ക് അറിയാഞ്ഞിട്ടാണോ? അത് ആളെ തല്ലിപ്പഴപ്പിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള വൃത്തികേടുകൾക്ക് കൂട്ടു നിർത്തുന്നതാണോ? അല്ല, അറിയാൻ വേണ്ടിയിട്ടാ. ഇനി ഒരു കൊച്ചു വേണമെന്നുള്ള ആഗ്രഹമാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം നടക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണെങ്കിൽ ഓക്കെ, അതൊക്കെ സമ്മതിക്കുന്നു. എന്നും കരുതി ഇതുപോലെയുള്ള വൃത്തികേടുകൾ സോഷ്യൽ മീഡിയയിൽ എടുത്തിടരുത്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. പക്ഷെ അത് കാണുന്ന സ്ത്രീകൾക്കാണെങ്കിലും ബാക്കിയുള്ള ആൾക്കാർക്കാണെങ്കിലും അത് ഹിറ്റ് ചെയ്യുന്ന രീതികൾ വേറെ പലതും ആയിരിക്കും. നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സ് ഒന്ന് എടുത്ത് നോക്കണം. അല്ലെങ്കിൽ ഈ വീഡിയോ വന്നേക്കുന്ന വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സ് ഒന്ന് എടുത്ത് നോക്കണം. അപ്പം മനസ്സിലാവും അവിടെയുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങളും അവരുടെ ഇമോഷൻസും എന്താണെന്നുള്ളത്. വീണ്ടും ഇതുപോലുള്ള വൃത്തികേടുകൾ ചെയ്യരുത്. എല്ലാവരും ഡൗട്ടാണ്, ജാസി ഗർഭിണിയാണോ ജാസിക്ക് എത്ര മാസമായി എന്നുള്ളത്. ആരും അങ്ങനെ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നത് സീരിയസ്ലി നോണ പറയുന്നതല്ല. ഈ വീഡിയോസ് ഒക്കെ കണ്ടപ്പോൾ സത്യത്തിൽ നല്ല വിഷമം തോന്നി. ഇതൊക്കെ കണ്ട് വിശ്വസിക്കുന്നവരുണ്ട്. എത്ര കൂളായിട്ടാണ് അവരുടെ വീഡിയോകളൊക്കെ പറ്റുന്നത്. ഈ വീഡിയോ ചെയ്ത വ്യക്തിയുടെ അമ്മയാവാനുള്ള മനസ്സിന്റെ അവരുടെ ഇമോഷൻസ്, അവർ ലൈഫിൽ അനുഭവിച്ച സ്ട്രഗിൾസ്, ഇതിനൊക്കെ റെസ്പെക്ട് ചെയ്യും. പക്ഷെ ഈ ചെയ്യുന്നതിനെ ന്യായീകരിക്കാനാണ്. സത്യമാണ്, ഇവരുടെ ഇമോഷൻസിനെയും അല്ലെങ്കിൽ ആഗ്രഹത്തെയും എല്ലാത്തിനെയും മാനിക്കുന്നു എന്നും പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഇതുപോലെയുള്ള വൃത്തികേട് കാണിക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണെന്ന നിലയിൽ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഇതൊക്കെ വിശ്വസിക്കുന്നവരറിയാം. കുഞ്ഞുണ്ടാവാനായിട്ട് ഒരു സ്ത്രീക്ക് ആവശ്യമായിട്ടുള്ളത് എഗ് അഥവാ അണ്ടം ഉൽപ്പാദിപ്പിക്കാനുള്ള ഫങ്ഷനിങ് ആയിട്ടുള്ള ഒരു ഓവറിയും ആ കുഞ്ഞിനെ ചുമക്കാനായിട്ട് ഫങ്ഷനിങ് ആയിട്ടുള്ള യൂട്രസുമാണ്. കൂടാതെ ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹോർമോൺ വ്യവസ്ഥയും. കരൾ ഹൃദയമൊക്കെ നമ്മൾ മാറ്റി വെക്കാറില്ലേ? അതുപോലെ യൂട്രസ് ഇല്ലാത്ത സ്ത്രീകൾക്ക് ഗർഭം ധരിക്കാനായിട്ട് മറ്റൊരു വ്യക്തിയിൽ നിന്ന് യൂട്രൈൻ ട്രാൻസ്പ്ലാന്റേഷൻ വിജയകരമായിട്ട് ഇപ്പൊ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ലോകത്ത് ഇന്ന് വരെ ഒരു പുരുഷനും ഇത്തരം സർജറികൾ വിജയകരമായിട്ടില്ല. ഇതൊക്കെ ഒന്ന് എടുത്ത് വച്ചിട്ട് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഗൂഗിൾ അമ്മച്ചിയുടെ അടുത്തോ എവിടെയെങ്കിലുമൊക്കെ പോയി ഒന്ന് തപ്പി മനസ്സിലാക്കിയിട്ട് ഇതുപോലുള്ള പ്രഹസനങ്ങൾ പുറത്ത് കാണിക്കുന്നത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നത് കുറച്ച് നന്നായിരിക്കും. ഇല്ലെങ്കിൽ ആൾക്കാരുടെ വായിലിരിക്കുന്നത് എന്തൊക്കെയാണോ അതൊക്കെ നിങ്ങൾ കേൾക്കേണ്ടി വരും. കാരണം ഇത് പക്ക അപമാനിക്കലാണ്. സ്ത്രീകളെ അപമാനിക്കുക എന്നൊക്കെ പറയത്തില്ലേ, അവരുടെ ഈ ഒരു പ്രക്രിയയുണ്ട്. മീൻസ് പ്രഗ്നൻ്റ് ആവുക, അവരെ 10 മാസം കൊച്ചിനെ ചുമക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ, അതിനൊക്കെ എത്ര നിസ്സാരമായിട്ടാണ് അപമാനിക്കുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അവയവങ്ങളിലൊക്കെ സർജറി നടത്തി സ്ത്രീകളെ പോലെ ആക്കാം. സ്ത്രീകളുടെ ഹോർമോൺ സപ്ലിമെന്റ്സ് എടുക്കാം എന്നല്ലാതെ ഫങ്ഷനിങ് ആയിട്ടുള്ള യൂട്രസോ ഓവറിയോ ഇവരിൽ തുന്നി പിടിപ്പിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. യൂട്രസ് ഇല്ലാത്തിടത്ത് എന്ത് ഗർഭം? ഞാൻ പ്രഗ്നന്റ് ആണ്. സീരിയസ്ലി ഞാൻ നോണ പറയുന്നല്ല. സീരിയസ്ലി സത്യമായിട്ട് ഞാൻ പ്രഗ്നന്റ് ആണ്. ഞാൻ വെറുതെ പറയാ, ഫേക്ക് അല്ല അത്. ഞാൻ ഇത് അതുകൊണ്ടാണ് സാരി എടുത്തു വന്നത്. ഞാൻ ചുരിദാറിൽ ഇടാറ്. സാരി എടുത്തു വന്നത് അത് മറച്ചു വെക്കാൻ വേണ്ടിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ വയറ് കാണത്തില്ലേ? മാഷ പറയല്ലോ കേട്ടോ, നിങ്ങൾ ഇപ്പൊ ചിരിക്കുന്നില്ലേ? നിങ്ങൾ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യേ. അല്ല, നിങ്ങൾ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യേ, നിങ്ങൾക്ക് കാണാം. ഞാൻ എന്താ, നിങ്ങൾ വല്ല സരഗസി മദറിലോ അല്ലെങ്കിൽ വല്ല അഡോപ്ഷനാണോ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതങ്ങനെ പറയുക.
അല്ലാണ്ട് സോഷ്യൽ മീഡിയ പോലെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് വന്ന് നിന്നിട്ട് ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്നും പറഞ്ഞ് വിളിച്ചു പറയുകയല്ല വേണ്ടത്. ഒരുമാതിരി എനിക്ക് എൻ്റെ വായിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് അറിയാം. പക്ഷേ ഇത് സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് മാത്രം ഞാൻ മിണ്ടാണ്ടിരിക്കുക. ഇല്ലെങ്കിൽ എൻ്റെ ഭാഷ വേറെ വല്ലതൊത്ത ആയിപ്പോയതിന് ഒരുമാതിരി സത്യം പറഞ്ഞാൽ ഇറിറ്റേഷനാണ് ഇവരുടെ ഈ കുറച്ച് നാളായിട്ട് ഈ ഒരു വീഡിയോ കാണുമ്പോൾ വരുന്നത്. എമ്മാതിരി ഇറിറ്റേഷനാണെന്ന് അറിയോ. സത്യം പറഞ്ഞാൽ ഞാൻ എന്താണ് ജീവിക്കുന്നത്, ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത്, എന്റെ റൈറ്റ് ആണ്. പെണ്ണുങ്ങളെ അപമാനിക്കുന്ന നിങ്ങളുടെ റൈറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇമ്മാതിരി വൃത്തികേട് കാണിച്ചിട്ട് അത് എൻ്റെ റൈറ്റാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ ഇതുപോലുള്ള ചെറ്റത്തരത്തിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതൊരു സ്ത്രീ എന്ന നിലയിൽ ഒരാൾക്കും പറ്റത്തില്ല. മനസ്സിലായോ? ഞാൻ മാത്രമാണ് ഇവിടെ അമ്മയാവാൻ പോകുന്ന പറഞ്ഞ ട്രാൻസ്ജെൻഡേഴ്സ്. ഇതിനു മുമ്പ് പല ആൾക്കാരും, ഞാൻ പേരെടുത്ത് പറയുന്നത്, പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. വനിതയിലടക്കം അവരുടെ ഫീച്ചേഴ്സ് അവരാരും ഇതുപോലുള്ള തോന്നിയവാസങ്ങൾ കാണിക്കുന്നില്ല. വനിതയിലും മറ്റേ ഫീച്ചേഴ്സിലായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ അവരിതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്നിറങ്ങിയിട്ട് അല്ലെങ്കിൽ ഫംഗ്ഷനിലൊക്കെ വന്നിട്ട് ഞാൻ പ്രഗ്നൻ്റ് ആണെന്നും പറഞ്ഞ് ഉണ്ട്. അപ്പൊ ഇവരൊക്കെ ഞാൻ പറയുമ്പോ ഭയങ്കര വലിയ സംഭവം. രഞ്ജുമാർ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവരൊന്നും പറയുമ്പോ പ്രശ്നമില്ല, ഞാൻ പറയുമ്പോ മാത്രം ഭയങ്കര സംഭവം. ആ ഗ്രൂപ്പിൽ, ഞാൻ ഇല്ലാത്ത ഗ്രൂപ്പില്, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ ഞാൻ ഇല്ലാത്ത ഗ്രൂപ്പിൽ എന്നെയും എന്റെ ഭർത്താവിനെയും കുറിച്ച്, എന്റെ പാർട്ണറിനെ കുറിച്ച് വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സീരിയസ്ലി ഞാൻ കേസ് ഫയൽ ചെയ്യുള്ളൂ. നിങ്ങൾ പോയി കേസ് കൊടുക്കുക. ഇതേപോലെ തിരിച്ച് ഞങ്ങൾ സ്ത്രീകൾക്ക് തിരിച്ചൊരു കേസ് അങ്ങോട്ടും കൊടുക്കാം, സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട്. മനസ്സിലായോ? നിങ്ങൾ കേസ് കൊടുക്കുമ്പം അതുപോലെ നമുക്കൊരു കേസ് തിരിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. സ്ത്രീത്വത്തെ അപമാനിച്ചു, ഇതുപോലുള്ള പ്രവൃത്തികളെ കാണിക്കുന്നത് സ്ത്രീത്വത്തെ അപമാനിക്കുക എന്ന് പറയുന്നത് സെയിം കാറ്റഗറിയാണ്. അതാദ്യം ജാസി എന്ന് പറയുന്ന വ്യക്തി മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. മനസ്സിലായോ? കേസ് കൊടുക്കാൻ നിങ്ങൾക്ക് മാത്രമല്ല പറ്റുന്നത്, നമുക്കും പറ്റും. എന്തേലൊക്കെ പറയുമ്പോൾ കേസ് കൊടുക്കും, അല്ലെങ്കിൽ കേസ് കൊണ്ട് കൊടുത്തിട്ട് കാര്യമില്ല. നിങ്ങൾ കുറച്ച് സ്ത്രീകൾ കൂടിയിട്ട് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞൊരു പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതും മതി. അതൊന്ന് ജാസി മനസ്സിലാക്കുന്നത് ശരിയായിരിക്കും. നന്നായിരിക്കും. ശരി എന്നാൽ.